ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിൽ ഉള്ള ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട്, അത് എപ്പോൾ നടക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഡിവൈൻ ടൈം ഒറാക്കിൾ ഡെക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു 3 പൈലായിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പൈലിനനുസരിച്ചിട്ടുള്ള കാർഡ് എടുക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ആഗ്രഹം എപ്പോൾ നടക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഉത്തരം. പ്ലീസ് ഗൈഡ് മീ. ഓക്കെ, ഇത് പൈൽ നമ്പർ 1. പൈൽ നമ്പർ 2, എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, അതിനുള്ള ഒരു ഉത്തരം അല്ലെങ്കിൽ ആ ആഗ്രഹം എപ്പോൾ നടക്കും. ഇത് പൈൽ നമ്പർ 2. പൈൽ നമ്പർ 3 നോക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, അതിനുള്ള ഉത്തരം എപ്പോൾ നടക്കും. പൈൽ നമ്പർ 3, നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ട് ഓൾറെഡി. ആ ചോദ്യം മനസ്സിൽ ആവർത്തിച്ചുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. ഇത് കാർഡ് നമ്പർ 1, ഇത് കാർഡ് നമ്പർ 2, ഇത് കാർഡ് നമ്പർ 3. സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. കാർഡ് നമ്പർ 1 അത് നമുക്ക് ആദ്യം നോക്കാം. ഈ കാർഡ് സെലക്ട് ചെയ്തവരുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് നോക്കാം. ഫോൾ ടൈം. ഓക്കേ, ഈ കാർഡ് സെലക്ട് ചെയ്തവരുടെ സമയം അത്ര നല്ലതല്ല, കുറച്ച് മോശമാണ്. അതുകൊണ്ട് അവർ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം, അതായത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു കാര്യം നടക്കാൻ സാധ്യതയില്ല. സോറി, ഇത് നിങ്ങളുടെ ഒരു മോശം സമയമാണ്, ഒരു വീഴ്ച സംഭവിക്കുന്ന സമയമാണ്. സോറി. സെക്കൻഡ് കാർഡ് സെലക്ട് ചെയ്തവരുടെ ആഗ്രഹം, ഫോക്കസ് ആൻഡ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. റീഫോക്കസ് ആൻഡ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. സോറി. അപ്പോൾ നിങ്ങളുടെ എന്താണോ ഈ ആഗ്രഹം, അതൊന്ന് റീഫോക്കസ് ചെയ്യുക, ഒരു പുനർവിചിന്തനം നടത്തുക. എന്നിട്ട് അതിനോടുള്ള ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സംഭവം നിർത്തുക. അതാണ് ഇവിടെ നിങ്ങൾക്കുള്ള മെസ്സേജ്. ഇനി തേർഡ് കാർഡ്, അവരുടെ ആഗ്രഹം എപ്പോൾ നടക്കുമെന്ന് നോക്കാം. നെക്സ്റ്റ് മന്ത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ഉത്തരം. താങ്ക് യു സോ മച്ച്.